ഇനി ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളെക്കുറിച്ചാണ്. ആലപ്പുഴ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അതിൻ്റെ കാരണം കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റിലും ജയിച്ചപ്പോൾ UDF കൈമോശം വന്ന ഒരു സീറ്റാണ് ആലപ്പുഴ. അവിടെ UDF സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാവേലിക്കരയാകട്ടെ CPI ആണ് LDF സീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ആരെ പ്ലേസ് ചെയ്യുമെന്നുള്ളതും പ്രധാനമാണ്. ആലപ്പുഴയിൽ ആരാകും UDF സ്ഥാനാർത്ഥി? ഷൈജു. അജിംസെ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിക്കുമ്പോൾ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് എന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇടതുമുന്നണിയുടെ അഭിമാനം കാത്ത ഒരു സ്ഥലമാണ്. എല്ലാവർക്കും അറിയാം, 19 തോറ്റു നിൽക്കുമ്പോൾ ഒരെണ്ണം ജയിച്ച് അഭിമാനം നിലനിർത്തി. കനൽ ഒരു തരി എന്നാണ് AM ആരിഫിനെ എല്ലാവരും വിശേഷിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ അത് വലിയ വൈറലാകുകയും ചെയ്തു ആ ഡയലോഗുകൾ. അത്തരത്തിൽ പാർലമെൻറ്റിനകത്തേക്ക് പോയ AM ആരിഫ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ അഭിമാനം കാത്തതാണ്. അതുകൊണ്ട് ആ കാത്ത അഭിമാനത്തെ നിലനിർത്തുക എന്ന ഒരു കനത്ത വെല്ലുവിളി LDF സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ആരവിടെ മത്സരിക്കുന്നു എന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥി നിർണയം ഒരു കാരണവശാലും പാളാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇടതുമുന്നണി പോകുന്നത്. CPM സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ ശ്രദ്ധിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും ആലപ്പുഴയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് എന്നോട് ചോദിച്ചാൽ AM ആരിഫ് എന്നെനിക്ക് ഇപ്പോൾ പറയേണ്ടി വരും. കാരണം AM ആരിഫ് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് CPM കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നടന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത് ആരിഫിൻ്റെ പേരായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ പങ്കെടുത്ത വിശാലമായ സെക്രട്ടേറിയറ്റ് യോഗമാണ് നടന്നത്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് ആരിഫിൻ്റെ പേരാണ് ശക്തമായി ഉയർന്നു വന്നത്. ആരിഫ് തന്നെ മത്സരിച്ചാലാണ് ഒരു ജയസാധ്യത. ആ ജയസാധ്യത മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാളെ പരിഗണിക്കരുത് എന്ന ഒരു തീരുമാനത്തിലേക്കാണ് CPM ജില്ലാ നേതൃത്വം പോകുന്നത്. ഇനി തിങ്കളാഴ്ച നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ ഇത് അവതരിപ്പിക്കുകയും അതിനൊരു സാധൂകരണം വരികയും ആ പേര് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരിഫിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം 5ാമത് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് മത്സരിക്കുന്നു എന്നാണ്. 3 തവണ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. അദ്ദേഹം അവിടെ ജയിച്ചതാണ്. 4ാമത്തെ തവണയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് ആദ്യം മത്സരിക്കുന്നത്. അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ 4ാം തവണയാണ്. ഇനി ഒരു 5ാമത് മത്സരം എന്തിനാണ് ആരിഫിന് നൽകുന്നത്? അത് CPM മാനദണ്ഡങ്ങളിൽപ്പെട്ടതല്ലോ എന്നൊരു അഭിപ്രായം ഉയർന്നിരുന്നെങ്കിലും ആ അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആരിഫിനാണ് ജയസാധ്യത. അതുകൊണ്ട് AM ആരിഫ് ആലപ്പുഴയിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവട്ടെ എന്ന ചർച്ചകളിലേക്കാണ് പോകുന്നത്. നേരത്തെ സുധാകരൻ ഒരു അവസരം കൊടുത്താൽ എന്ത് എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. ഡോക്ടർ തോമസ് ഐസക്കിനെ പരീക്ഷിക്കാമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ആരിഫിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഈ സമയത്ത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. UDF സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ കൺഫ്യൂഷൻ പല തരത്തിലാണ്. ആ കൺഫ്യൂഷൻ മറികടക്കണമെങ്കിൽ സ്ഥാനാർത്ഥി ആര് എന്ന ഒരു കാര്യം അതിലേക്ക് എത്താൻ വലിയ പ്രയാസത്തിലേക്കാണ് ഇപ്പോൾ UDF പോകുന്നത്. കാരണം KC വേണുഗോപാൽ നിരന്തരമായി പാർലമെന്റിൽ പ്രതിനിധീകരിച്ച, നിയമസഭയിൽ പ്രതിനിധീകരിച്ച, കേന്ദ്ര മന്ത്രിസഭയിലും സംസ്ഥാന മന്ത്രിസഭയിലും ഒക്കെ പ്രതിനിധീകരിച്ച ഒരു സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിൻ്റെ ഒരു തട്ടകമായി അറിയപ്പെടുന്ന സ്ഥലമാണ്. അദ്ദേഹം മാറിയപ്പോഴാണ് ഈ മണ്ഡലം നഷ്ടപ്പെട്ടത് എന്നൊരു പ്രശ്നം UDF കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാൽ തന്നെ മത്സരിക്കണമെന്നൊരാവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. രാജസ്ഥാനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് അദ്ദേഹം രാജിവെച്ച ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടമാകും. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം കുറയും എന്നൊരു പരാതി ഉയർന്നാൽ അതുകൊണ്ട് KC വേണുഗോപാൽ തൽക്കാലം ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് അനൗദ്യോഗികമായി നടക്കുന്ന ചർച്ചയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ KC വേണുഗോപാൽ മാറി നിന്നാൽ പിന്നെ ആര് എന്നതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി മോഹത്തെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ജാതി സമവാക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. സ്ഥാനാർത്ഥി കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൺഫ്യൂഷൻ തീർക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിനകത്ത് ശക്തമായി നടക്കുന്നു. മുസ്ലിം കാൻഡിഡേറ്റ് ആയിരിക്കണം ആലപ്പുഴയിൽ വരിക എന്നൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നേരത്തെ വയനാടിലായിരുന്നു മുസ്ലിം സ്ഥാനാർത്ഥി UDF നിർത്തിയിരുന്നത്. കാരണം അവിടെ MA ഷാനവാസ് മത്സരിച്ചിരുന്ന സമയത്ത് മറ്റു മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തേണ്ട ഒരവസ്ഥയിലേക്കായിരുന്നില്ല പോയത്. ഷാനവാസ് മാറി അതിനുശേഷം രാഹുൽ ഗാന്ധി ആ സീറ്റ് ഏറ്റെടുത്തതിന് ശേഷം മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരു സ്ഥലം ആലപ്പുഴയായി മാറി. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ വരികയാണെങ്കിൽ അത് ഷാനിമോൾ ഉസ്മാൻ തന്നെ വരട്ടെ എന്നൊരു ആവശ്യം മുന്നോട്ട് വരുന്നുണ്ട്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളാണ്. അതോടൊപ്പം തന്നെ നേരത്തെ അരൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചയാളാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ഇടർച്ച ഇത്തവണ ഉണ്ടാവില്ല എന്ന അഭിപ്രായം പങ്കുവെക്കുന്നവരുണ്ട്. പക്ഷേ
അത് പറ്റില്ല, എ ഷുക്കൂറാണ് നല്ലത് എന്ന് പറയുന്ന ഒരു പ്രബല വിഭാഗം കോൺഗ്രസിനകത്ത് ഇപ്പോഴും പ്രാദേശികമായി ജില്ലാ അടിസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട്. അതിന് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ എ ഷുക്കൂർ DCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് ദീർഘകാലം DCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് സംഘടനയെ നയിച്ചതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ മണ്ഡലത്തിലേക്ക് KC വേണുഗോപാൽ പോകുമ്പോൾ അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരു പാരമ്പര്യം കൂടി എ ഷുക്കൂറിൻ്റെ അവകാശവാദത്തിൽ ഉണ്ട്. അതുകൊണ്ട് എ ഷുക്കൂറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരാവശ്യം I ഗ്രൂപ്പ് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. എ ഗ്രൂപ്പിൻ്റെ പിന്തുണയും അതിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ജാതി സമവാക്യത്തിലേക്ക് പോയ മറ്റൊരു പരിഗണന വന്നാൽ, കണ്ണൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ആലപ്പുഴയിൽ ഈഴവ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ M ലിജുവിൻ്റെ പേരിന് മുൻഗണനയുണ്ട്. അനിൽ ബോസിൻ്റെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാത്ത ഇതിലേക്കൊന്നും പോവേണ്ടതില്ല, ജാതി സമവാക്യം തൽക്കാലം നോക്കേണ്ടതില്ല, ജയസാധ്യത തന്നെയാണ് പ്രധാന പരിഗണന എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച കോൺഗ്രസിനകത്ത് ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന യുവജന നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, UDF-നെ സംബന്ധിച്ച് വളരെ അവ്യക്തതകൾ സ്ഥാനാർത്ഥികളുള്ള സ്ഥലമാണ് ആലപ്പുഴ. അവിടെ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ AM ആരിഫ് എന്നൊരൊറ്റ പേരിലേക്ക് LDF എത്തുകയും ചെയ്യുകയാണ്.